ഹായ് ഓൾ. എല്ലാവർക്കും ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. BSc അഗ്രികൾച്ചർ പഠനം പൂർത്തിയാക്കിയ ബിരുദധാരികളെ കാത്തിരിക്കുന്ന ഒരു വിജ്ഞാപനം എത്തുകയാണ്. അതായത് കേരള PSCയുടെ അഗ്രികൾച്ചറൽ ഓഫീസർ വിജ്ഞാപനം എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓരോ അഗ്രികൾച്ചർ വിദ്യാർത്ഥികളുടെയും ഒരു ഡ്രീം ജോബ് ആയിരിക്കും ഒരു കൃഷി ഓഫീസർ ആവുക എന്നത്. അപ്പൊ നമ്മൾ കോളേജിൽ നമ്മുടെ കോഴ്സ് ടൈമിൽ ഫസ്റ്റ് ഇയർ തൊട്ടേ നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റാണ് ഒരു കൃഷി ഓഫീസർ എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മൾ നമ്മുടെ കോളേജിലൊക്കെ എത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരം നമ്മൾ കേൾക്കുന്നതും നമ്മുടെ വീട്ടുകാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതും നമ്മളൊരു സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാനും അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾക്ക് നമ്മൾ സമീപിച്ചിട്ടുള്ള ഒരു ഗസറ്റഡ് റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനായിരിക്കും ഒരു കൃഷി ഓഫീസർ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഗസറ്റഡ് റാങ്കിലേക്ക് നിങ്ങൾക്കും എത്താനുള്ള അല്ലെങ്കിൽ ആയിത്തീരാനുള്ള ഒരു അവസരമാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഗസറ്റഡ് റാങ്കിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠന രീതി പിന്തുടരുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ എത്തുവാനും അതുപോലെ തന്നെ ആ ഒരു പോസ്റ്റിലേക്ക് എത്തിച്ചേരുവാനും സാധിക്കും. അപ്പൊ അത്തരത്തിൽ റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഏണസ്റ്റ് അക്കാഡമിയുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് സഹായകമാകും. അപ്പൊ നമുക്ക് നിലവിലുള്ള സിലബസ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ഓഫീസർ ലാസ്റ്റ് കഴിഞ്ഞ അഗ്രികൾച്ചർ ഓഫീസർ എക്സാമിനേഷന്റെ സിലബസ് ആണ് നമുക്ക് നിലവിലുള്ളത്. അപ്പൊ അതിനകത്ത് ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് ഞാൻ ഡീൽ ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും ഹോർട്ടിക്കൾച്ചർ എന്താണ്, ഹോർട്ടിക്കൾച്ചറിന്റെ സബ്ജക്ട്സ് എന്താണെന്ന് അറിയാം. എന്തൊക്കെയാണ് ഹോർട്ടിക്കൾച്ചറിൽ വരുന്നത്? നമുക്ക് പോമോളജി, അതായത് ഫ്രൂട്ട് ക്രോപ്സിനെ പറ്റി പഠിക്കുന്നുണ്ട്. വെജിറ്റബിൾസ്, ഓളറികൾച്ചർ, ദെൻ ഫ്ലവർ ക്രോപ്സ് അല്ലെങ്കിൽ ഓർണമെന്റൽ ക്രോപ്സ്, ഫ്ലോറികൾച്ചർ, ദെൻ പ്ലാന്റേഷൻ ക്രോപ്സ്, തോട്ടവിളകളെ പറ്റിയിട്ട്, ദെൻ സ്പൈസസ്, മെഡിസിനൽ ആൻഡ് അരോമാറ്റിക് ക്രോപ്സ്, പിന്നെ ഇതിന്റെയൊക്കെ പോസ്റ്റ് ഹാർവസ്റ്റ് ടെക്നോളജി. ഇത്രയുമാണ് ഇവിടെ വരുന്നത്, ഹോർട്ടിക്കൾച്ചറിൽ വരുന്നത്. അപ്പൊ ഹോർട്ടിക്കൾച്ചറൽ ക്രോപ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റേഷൻ ക്രോപ്പാണ് കോക്കനട്ട് എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം എന്ന പേര് വന്നത് തന്നെ എന്താണ്, ഈ പറയുന്ന ഒരു ഇതിൽ നിന്നാണ്. അപ്പൊ നമുക്ക് കോക്കനട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്രോപ്പാണ്. നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിലും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ലെവലിലും, അതായത് പ്രത്യേകിച്ച് ഒരു കൃഷി ഓഫീസർ ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കർഷകരുടെ ഭാഗത്ത് നിന്ന് സംശയങ്ങൾ വരുന്ന പല ക്രോപ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്രോപ്പാണ് കോക്കനട്ട്. സോ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ലെവലിലും വളരെ ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു ക്രോപ്പാണ് കോക്കനട്ട്. അപ്പൊ നമുക്ക് ഇന്ന് കോക്കനട്ടിന്റെ പ്രൊഡക്ഷൻ ടെക്നോളജി നോക്കാം. പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും എന്റെ ക്വാളിഫിക്കേഷൻ, സ്കെയിൽ ഓഫ് പേ, ഏജ് ലിമിറ്റ് എല്ലാ കാര്യങ്ങളും അറിയാം. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നോട്ടിഫിക്കേഷൻ വരുന്ന സമയം തന്നെ പഠിച്ചു തുടങ്ങുക. ഓക്കെ, അപ്പൊ നമുക്ക് കോക്കനട്ടിനെ പറ്റി നോക്കാം. കോക്കനട്ടിന്റെ സയന്റിഫിക് നെയിം എന്താണ്? കോക്കോസ് ന്യൂസിഫെറ. കോക്കോസ് ന്യൂസിഫെറയാണ് കോക്കനട്ടിന്റെ സയന്റിഫിക് നെയിം. ഫാമിലി അരക്കേസിയ ഫാമിലി. സെന്റർ ഓഫ് ഒറിജിൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആണ്. നമ്മൾ കോക്കനട്ടിന് അല്ലെങ്കിൽ തെങ്ങിന് നമ്മൾ എന്താ പറയുന്നത്? കൽപ്പവൃക്ഷ അല്ലെങ്കിൽ ട്രീ ഓഫ് ഹെവൻ എന്നാണ് പറയുന്നത്. കേരളം തന്നെ എന്താണ്? ലാൻഡ് ഓഫ് കോക്കനട്ട് ട്രീസ് ആണ്. ദെൻ കമ്മിങ് ടു ദ ക്ലൈമറ്റ് ആൻഡ് സോയിൽ. ഇതിന്റെ ക്ലൈമറ്റിക് റിക്വയർമെന്റ്സും ബാക്കി എല്ലാ പ്രൊഡക്ഷൻ ടെക്നോളജിയും ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ KUന്റെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ പാക്കേജ് ഓഫ് പ്രാക്ടീസിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ നമ്മൾ ഏതൊരു ക്രോപ്പ് പഠിക്കുമ്പോഴും തീർച്ചയായിട്ടും നമ്മൾ POP അറിഞ്ഞിരിക്കുക. നമ്മുടെ പാക്കേജ് ഓഫ് പ്രാക്ടീസിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, അതിന്റെ ക്ലൈമറ്റിക് റിക്വയർമെന്റ്സ്, അതിന്റെ സോയിൽ റിക്വയർമെന്റ്സ്, അതിന്റെ സീഡ് റേറ്റ്, സ്പേസിംഗ്, വെറൈറ്റീസ്, മാനുവറിങ് ആൻഡ് കമ്മിങ് ടു എവിടെ വരെ ഹാർവസ്റ്റിംഗ് വരെ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കും. പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റും മിക്ക ക്രോപ്സിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം POP എന്തായാലും എല്ലാ ക്രോപ്സിലും എല്ലാവരും ഫോളോ ചെയ്യുക. ഓക്കെ, സോ കമ്മിങ് ടു ദ ക്ലൈമറ്റിക് ആൻഡ് സോയിൽ റിക്വയർമെന്റ് എങ്ങനെയാണ്? കോക്കനട്ട് റിക്വയർസ് എൻ ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് വിത്ത് ഹൈ ഹ്യൂമിഡിറ്റി. Then ideal mean annual temperature is 27 degrees Celsius with 5 to 7 degree diurnal variation. And the palm does not withstand prolonged spells of extreme variation. അപ്പോൾ ഒരുപാട് ക്ലൈമറ്റിക് വേരിയേഷൻസ് പറ്റില്ല. Then a well-distributed rainfall of 1,300 to 2,300 millimeter per annum is preferred. പിന്നെ സോയിൽ റിക്വയർമെന്റ് വരുമ്പോഴത്തേക്കും പല തരത്തിലുള്ള സോയിൽ ടൈപ്സിൽ ലാറ്ററൈറ്റിക് സോയിൽ, കോസ്റ്റൽ സാൻഡി, അലൂവിയൽ, അങ്ങനെ പല തരത്തിലുള്ള സോയിൽ റീജിയൻസിൽ അത് വളരുന്നുണ്ട്. ദെൻ ഇറ്റ് ടോളറേറ്റ് സലൈനിറ്റി ആൻഡ് എ വൈഡ് റേഞ്ച് ഓഫ് PH ഫ്രം 5 to 8 വരെയുള്ള PH റേഞ്ച് ഇത് എന്ത് ചെയ്യുന്നു, ടോളറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ജനറൽ ഒരു ക്ലൈമറ്റിക് സോയിൽ റിക്വയർമെന്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും കാണാതെ പഠിക്കാനോ അല്ലെങ്കിൽ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് വെക്കാനോ ഇല്ല. ജസ്റ്റ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എങ്ങനെയുള്ള ക്ലൈമറ്റിലാണ് തെങ്ങ് വളരുന്നതെന്നും എത്തരത്തിലുള്ള മണ്ണാണ് അതിന് ആവശ്യമുള്ളതെന്നും നമുക്ക് എല്ലാവർക്കും ബേസിക് ആ ഒരു നോളജ് ഉണ്ട്. ദെൻ കമ്മിങ് ടു കൾട്ടിവേഴ്സ്, നമുക്ക് കോക്കനട്ടിന്റെ കൾട്ടിവേഴ്സും അതുപോലെ തന്നെ കുറച്ച് ഹൈബ്രിഡ്സ് പഠിക്കാനുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് PSC. അതായത് നമുക്ക് ഇതിന് മുന്നേ കഴിഞ്ഞ പല എക്സാമുകൾക്കും കോക്കനട്ടിന്റെ വെറൈറ്റീസിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് കോക്കനട്ടിന്റെ ഇമ്പോർട്ടന്റ് കൾട്ടിവേഴ്സും? വെസ്റ്റ് കോസ്റ്റ് ടോൾ, ദെൻ ലക്ഷദ്വീപ് ഓർഡിനറി, ഫിലിപ്പൈൻസ് ഓർഡിനറി, ആൻഡമാൻ ഓർഡിനറി, ജാവ,
കൊച്ചിൻ ചൈന, കൊപ്പാടം, കൊമാതൻ, കേരസാഗര, കൽപ്പരക്ഷ, കൽപ്പതേനു, കൽപ്പപ്രതിഭ, കൽപ്പമിത്ര. ഇതെല്ലാം തന്നെയും എന്താണ് കോക്കനട്ടിന്റെ മെയിൻ കൾട്ടിവേഴ്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത്രയും ഹൈബ്രിഡ്സ്, ഈ പറയുന്ന POP പറഞ്ഞ എല്ലാ ഹൈബ്രിഡ്സും അതിന്റെ പേരന്റേജും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പറയുന്ന ആസ്പെക്റ്റിന് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് പല എക്സാമുകൾക്കും വന്നിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹൈബ്രിഡ്സ്? 1 സെക്കൻഡ്. ലക്ഷഗംഗ. ലക്ഷഗംഗ എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? ലക്ഷദ്വീപ് ഓർഡിനറി ഇൻറ്റു ഗംഗബന്ധം. ആ പേരിൽ തന്നെ ഉണ്ട് ലക്ഷഗംഗ, ലക്ഷദ്വീപ് ഓർഡിനറി ഇൻറ്റു ഗംഗബന്ധം. അനന്തഗംഗ. അനന്തഗംഗ എന്ന് പറയുമ്പോൾ ആൻഡമാൻ ഓർഡിനറി ഇൻറ്റു ഗംഗബന്ധം. ദെൻ കേരഗംഗ. കേരഗംഗ എന്ന് പറയുമ്പോൾ വെസ്റ്റ് കോസ്റ്റ് ടോൾ ഇൻറ്റു WCT ഇൻറ്റു ഗംഗബന്ധം. കേര എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാം തന്നെയും അതിന്റെ ഫസ്റ്റ് പേരന്റേജ് എന്ന് പറയുന്നത് വെസ്റ്റ് കോസ്റ്റ് ടോൾ ആയിരിക്കും. ദെൻ കേരശങ്കര. കേരശങ്കര വെസ്റ്റ് കോസ്റ്റ് ടോൾ ഇൻറ്റു ചവക്കോട് ഓറഞ്ച് ഡോർഫ്. ദെൻ ചന്ദ്രശങ്കര. ചന്ദ്രശങ്കര എന്ന് പറയുമ്പോഴത്തേക്കും കേരശങ്കരയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ക്രോസ് ചെയ്ത് ചവക്കോട് ഓറഞ്ച് ഡോർഫ് ഇൻറ്റു വെസ്റ്റ് കോസ്റ്റ് ടോൾ. ദെൻ കേരശ്രീ. കേരശ്രീ വെസ്റ്റ് കോസ്റ്റ് ടോൾ ഇൻറ്റു മലയൻ യെല്ലോ ഡോർഫ്. ദെൻ കേര സൗഭാഗ്യം വെസ്റ്റ് കോസ്റ്റ് ടോൾ ഇൻറ്റു SSA സിംഗിൾ സെറ്റിൽമെന്റ് എപ്രിക്കോട്ട്. SSA എന്ന് അറിഞ്ഞിരുന്നാൽ മതി. ദെൻ ചവക്കോട് ഗ്രീൻ ഡോർഫ് ഇൻറ്റു വെസ്റ്റ് കോസ്റ്റ് ടോൾ. ദെൻ ചന്ദ്രലക്ഷ. ചന്ദ്രലക്ഷ എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ഓർഡിനറി ഇൻറ്റു COD ചവക്കോട് ഓറഞ്ച് ഡോർഫ്. അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട എന്തെന്ന് പറയുന്ന ഹൈബ്രിഡ്സ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഹൈബ്രിഡ്സും അതിന്റെ പേരന്റേജും മസ്റ്റ് ആയിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കുക. കാരണം ഇത് നമുക്ക് പല എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ പേരന്റേജ് മിസ്മാച്ച് ചെയ്ത് തരും, അല്ലെങ്കിൽ നമുക്കൊരു ക്രോസ് ഹൈബ്രിഡ് തന്നിട്ട് അതിന്റെ പേരന്റേജ് ഏതാണെന്ന് കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ വരും. നമുക്ക് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് പല എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, അടുത്തതായിട്ട് ഇനി നമുക്ക് POP കുറച്ച് വെറൈറ്റീസിന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ചില ഏരിയാസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, ഡ്രൗട്ട് പ്രോൺ ഏരിയാസിന്, അല്ലെങ്കിൽ റൂട്ട് ബിൽറ്റ്. കേരളത്തിൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോക്കനട്ടിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് കാറ്റുവീഴ്ച അല്ലെങ്കിൽ റൂട്ട് ബിൽറ്റ്. അപ്പൊ അതിന് അത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള വെറൈറ്റീസ് അങ്ങനെ എടുത്ത് നമുക്ക് കുറച്ച് വെറൈറ്റീസിന്റെ ഡിസ്ക്രിപ്ഷൻ പറഞ്ഞിട്ടുണ്ട് POP. അത് മസ്റ്റ് ആയിട്ട് നോക്കണം. അപ്പം വളരെ പോപ്പുലർ ആയിട്ടുള്ള ടെൻഡർ നട്ട് വെറൈറ്റിയാണ് ചാവക്കോട് ഓറഞ്ച് ഡോർഫ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് രണ്ട് വെറൈറ്റി നോക്കാനുള്ളത് കേര മധുരയും അതുപോലെ തന്നെ കേര സുലഭ. കേര മധുര എന്ന് പറയുന്നത് സുപ്പീരിയർ കോക്കനട്ട് സ്യൂട്ടബിൾ ഫോർ ടെൻഡർ നട്ട് ആൻഡ് കൊപ്ര. കൊപ്രയ്ക്കും ടെൻഡർ നട്ടിനും, അതായത് ഡ്യുവൽ പർപ്പസ് വെറൈറ്റിയാണ് കേര മധുര എന്ന് പറയുന്നത്. കേര സുലഭ എന്ന് പറയുന്ന വെറൈറ്റി നമുക്കിപ്പം നമ്മുടെ പുതിയ POP ആഡ് ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കേര സുലഭ എന്നുള്ളത്. അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇതിന്റെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ എത്ര കൊപ്ര yield അതൊന്നും നമുക്ക് കാണാതെ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് അതൊന്നും അങ്ങനെ എക്സാമ്പിൾക്ക് ചോദിക്കാറില്ല. ആ വെറൈറ്റീസിന്റെ പേരുകളൊന്നും അറിഞ്ഞിരിക്കുക. ഇപ്പം ഡ്യുവൽ പർപ്പസ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഡ്യുവൽ പർപ്പസ് വെറൈറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേര മധുര ഉണ്ടെങ്കിൽ കേര മധുര. എന്തിന് ഡ്യുവൽ പർപ്പസ് എന്ന് പറയുമ്പോൾ കൊപ്രയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ടെൻഡർ നട്ടിന് ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് സെലക്ഷൻ ഓഫ് മദർ പാംസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണ് മാതൃസസ്യങ്ങളെ തിരഞ്ഞെടുക്കുന്നത്, അതായത് നമ്മൾ വിത്ത് തേങ്ങ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് മാതൃസസ്യങ്ങളെ സെലക്ട് ചെയ്യും. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് കോക്കനട്ട് കൾട്ടിവേഷനിൽ. അപ്പൊ അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ 7 പോയിന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ് സെലക്ഷൻ ഓഫ് മദർ പാംസിൽ. കാരണം ഈ 7 പോയിന്റ് നമുക്ക് 7 ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ആദ്യം ഓരോ പോയിന്റ് നോക്കാം. ഒന്നാമതായിട്ട് എന്താണ് റെഗുലർ ബിയറിംഗ് ഹാബിറ്റ് ആൻഡ് ഈൽഡിംഗ് നോട്ട് ലെസ് ദാൻ 80 നട്ട്സ് പെർ ആനം. റെഗുലർ ബിയറിംഗ് ആയിരിക്കണം, അതായത് എല്ലാ വർഷവും കായ്ഫലം കായ്ക്കുന്നതായിരിക്കണം എന്നുള്ളത്. ദെൻ റെഗുലർ ബിയറിംഗ് ഹാബിറ്റ് ആൻഡ് ഈൽഡിംഗ് നോട്ട് ലെസ് ദാൻ 80 നട്ട്സ് പെർ ആനം, അതായത് കുറയാതെ 80 നട്ട്സ് പെർ ആനം നമുക്ക് കിട്ടണം. അതിൽ അത്രയും നട്ട്സ് കിട്ടുന്നതായിരിക്കണം. ദെൻ ഏജ് എന്തായിരിക്കണം? 20 ഇയേഴ്സ് ഓർ മോർ ആയിരിക്കണം, അല്ലെങ്കിൽ 5 ഇയേഴ്സ് ആഫ്റ്റർ റീച്ചിങ് ഫുൾ ബിയറിംഗ് കപ്പാസിറ്റി എന്നാണ് പറയുന്നത്. ദ മദർ പാംസ് ആർ പ്രോജനി ഓഫ് എലൈറ്റ് പ്ലാന്റിംഗ് മെറ്റീരിയൽ ആൻഡ് ഗീവ്സ് കൺസിസ്റ്റന്റ്ലി ഹയർ yields ഫോർ എ പീരീഡ് ഓഫ് നോട്ട് ലെസ് ദാൻ 6 ഇയേഴ്സ്. സീഡ് നട്ട്സ് ക്യാൻ ബി കളക്ടഡ് ഫ്രം സച്ച് പാംസ്. ഇത് എലൈറ്റ് പ്ലാന്റിംഗ് മെറ്റീരിയലിൽ നിന്ന് തുടർച്ചയായിട്ട് നല്ല വിളവ് തന്നിരിക്കുന്നതാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് വിത്ത് തേങ്ങ ശേഖരിക്കാനായിട്ട് പറ്റും. ദർ ഇസ് നോ നീഡ് ഫോർ ഇൻസിസ്റ്റിംഗ് 20 ഇയേഴ്സ് as മിനിമം ഏജ്. പിന്നെ അടുത്തൊരു പോയിന്റ് വരുന്നത് മോർ ദാൻ 30 ഫുള്ളി ഓപ്പൺഡ് ലീവ്സ്, അതായത് 30 ഫുള്ളി ഓപ്പൺഡ് ലീവ്സ് ഉണ്ടായിരിക്കും. അതിന്റെ ക്യാരക്ടർ എങ്ങനെയാണ്? വിത്ത് ഷോർട്ട് സ്ട്രോങ് petioles ആൻഡ് wide leaf base firmly attached to the stem. 30 fully opened leaves. ഈ പറയുന്ന നമ്പേഴ്സ് ഒക്കെ ഓർത്തിരിക്കുക. എത്രയാണ്? 30 fully opened leaves ഉണ്ടായിരിക്കണം. ദെൻ ബിയറിംഗ് അറ്റ്ലീസ്റ്റ് 12 bunches of nuts, അതായത് 12 bunches of nuts തേങ്ങാക്കുലകൾ ഉണ്ടായിരിക്കണം. വിത്ത് സ്ട്രോങ് ബഞ്ച് സ്റ്റോക്സ്. ദെൻ ബിയറിംഗ് നട്ട്സ് ഓഫ് മീഡിയം സൈസ് ആൻഡ് ഒബ്ലോങ് ഷേപ്പിലുള്ള നട്ട്സ് ആയിരിക്കണം. ദെൻ ഹസ്ഡ് നട്ട്സ് ഷുഡ് വെയ് നോട്ട് ലെസ് ദാൻ 600 gram.
ദെൻ മീൻ കൊപ്ര കണ്ടന്റ് ഓഫ് 150 gram പെർ നട്ട് ഓർ മോർ. അപ്പൊ ഇത്രയും പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ എങ്ങനെയാണ് നമുക്കത് അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം എന്നുള്ളത് മനസ്സിലാവും. ഈ പറയുന്ന 7 പോയിന്റും ഇതിനകത്ത് പറയുന്ന ഈ 30 എന്നുള്ള നമ്പർ, ഫുള്ളി ഓപ്പൺ ദ ലീവ്സ്, 12 ബഞ്ചസ് ഓഫ് നട്ട്സ്, എത്ര മീൻ കൊപ്ര കണ്ടന്റ് വേണം, ഹസ്ബൻഡ് നട്ട്സിന് എത്ര വെയിറ്റ് വേണം, 600 gram ഉണ്ടായിരിക്കണം, എത്തരത്തിലുള്ള നട്ട്സ് ആയിരിക്കണം, മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ഒബ്ലോങ് ഷേപ്ഡ് നട്ട്സ് ആയിരിക്കണം വേണ്ടത്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഈ പറയുന്ന മദർ പാമ്പിനെ സെലക്ട് ചെയ്യുന്ന കൂട്ടത്തിൽ എന്തൊക്കെയാണ് നമ്മൾ എങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്നുള്ളത് കൂടി അറിഞ്ഞിരിക്കണം. എങ്ങനെയുള്ളതിനൊക്കെ അവോയ്ഡ് ചെയ്യണം? അവോയ്ഡ് പാംസ് വിച്ച് ഹാവ് ലോങ് തിൻ ആൻഡ് പെൻഡുലസ് ഇൻഫ്ലോറസെന്റ് സ്റ്റോക്സ്. അത്തരത്തിലുള്ളതിനെ അവോയ്ഡ് ചെയ്യുക. ദെൻ പ്രൊഡ്യൂസ് ലോങ് നാരോ സ്മോൾ സൈസ് ഓർ ബാരൻ നട്ട്സ്. സ്മോൾ സൈസ്ഡ് നട്ട്സ് ആണെങ്കിൽ അത് നമുക്ക് വേണ്ട. ദെൻ ഷോ ഷെഡിങ് ഓഫ് ഇമ്മച്ചുർ നട്ട്സ് ഇൻ ലാർജ് നമ്പേഴ്സ്. അപ്പം ഒത്തിരി മച്ചിങ്ങ പൊഴിയുന്ന അല്ലെങ്കിൽ ഷെഡിങ് ഓഫ് ഇമ്മച്ചുർ നട്ട്സ് വരുന്ന മച്ചിങ്ങ പൊഴിയുന്ന തരത്തിലുള്ളതാണെങ്കിൽ നമ്മൾ എടുക്കാൻ പാടില്ല. ദെൻ ആർ ഗ്രോൺ അണ്ടർ ഫേവറബിൾ എൻവിയോൺമെന്റൽ കണ്ടീഷൻസ്. അപ്പം ഇത്തരത്തിലുള്ള പോയിന്റ്സ് ഒക്കെ നമ്മൾ നോക്കണം, എത്തരത്തിലുള്ള പാംസിനെയൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് സെലക്ഷൻ ഓഫ് സീഡ്ലിങ്സ്. അപ്പൊ നമ്മൾ വിത്ത് തേങ്ങ ശേഖരിച്ച് നമ്മൾ നഴ്സറിയിൽ എന്തുണ്ടാക്കും? ഈ പറയുന്ന സീഡ്ലിങ്സിനെ ഉണ്ടാക്കിയെടുക്കും. ഇനി ഈ സീഡ്ലിങ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ, നമ്മൾ മെയിൻ ഫീൽഡിലേക്ക് പ്ലാന്റ് ചെയ്യുമ്പോൾ, നമ്മൾ സീഡ്ലിങ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ മദർ പാം സെലക്ഷൻ പോലെ തന്നെയാണ് സെലക്ഷൻ ഓഫ് സീഡ്ലിങ്സിന്. അതവിടെ ഒരു 4 പോയിന്റേ ഉള്ളൂ. എന്താണ്? ഒന്നാമതായിട്ട് ഏർലി ജെർമിനേഷൻ, റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് സീഡ്ലിംഗ് വിഗർ. അതായത് നേരത്തെ ജെർമിനേറ്റ് ചെയ്യുന്നതായിരിക്കണം, നല്ല റാപ്പിഡ് ഗ്രോത്ത്, നല്ല സീഡ്ലിംഗ് വിഗർ ഉണ്ടായിരിക്കണം. Then 6 to 8 leaves for 10 to 12 months old seedlings and at least 4 leaves for 9-month old seedlings. നമ്മൾ സാധാരണഗതിയിൽ ഒരു 1 year old, അതായത് 10 മുതൽ 12 മാസം പ്രായമുള്ളൊരു തെങ്ങിൻ തൈ ആയിരിക്കും നഴ്സറിയിൽ നിന്ന് നമ്മൾ നടാനായിട്ട് എടുക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു 10 മുതൽ 12 മാസം പ്രായമായിട്ടുള്ള ഒരു തെങ്ങിൻ തൈക്ക് 6 മുതൽ 8 ലീവ്സ് ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം 9 മാസം പ്രായമുള്ളതിന് ഒരു 4 ലീവ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. ദെൻ കോളാർ ഗർത്ത് ഓഫ് 10 to 12 സെന്റിമീറ്റർ, അതായത് അതിന്റെ കടഭാഗത്തിന്റെ വ്യാസം, കടഭാഗം 10 മുതൽ 12 സെന്റിമീറ്റർ വരെ ആയിരിക്കണം. ദെൻ ഏർലി സ്പ്ലിറ്റിംഗ് ഓഫ് ലീവ്സ്. അപ്പൊ ഈ ലീവ്സ് ഇപ്പൊ പിക്സിൽ കണ്ടാൽ നമുക്ക് നഴ്സറിയിൽ എങ്ങനെയാണ് ലീവ്സ് എല്ലാം ഇങ്ങനെ ചേർന്ന് നിൽക്കുകയായിരിക്കും. അപ്പൊ അത് ഒരു 1 year ഒക്കെ ആയി നമുക്കത് നടാൻ സമയമാകുമ്പോഴത്തേക്കും ഈ ലീവ്സ് ഒക്കെ സ്പ്ലിറ്റ് ചെയ്യും. സോ ഏർലി സ്പ്ലിറ്റിംഗ് ഓഫ് ലീവ്സ് ഇസ് എ ഗുഡ് സൈൻ ഫോർ സെലക്ടിങ് ഗുഡ് സീഡ്ലിങ്സ്. അപ്പം ഇത്രയും പോയിന്റ് ശ്രദ്ധിക്കുക സെലക്ഷൻ ഓഫ് സീഡ്ലിങ്സ് എന്ന് പറയുന്ന ആസ്പെക്റ്റിൽ. ഓക്കെ, എന്തൊക്കെയാണ്? ഏർലി ജെർമിനേഷൻ, റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് സീഡ്ലിംഗ് വിഗർ, then 6 to 8 leaves for 10 to 12-month old seedlings and at least 4 leaves for 9-month old seedlings, then colar girth of 10 to 12 centimeter, early splitting of leaves. Okay, ഇത്രയും ക്ലിയർ ആണ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇനി സ്പേസിങ്, നമ്മൾ ഇനി നടുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എത്തരത്തിലുള്ള സ്പേസിങ്. ഈ സ്പേസിംഗ് എന്ന് പറയുന്നത് ഓരോ സിസ്റ്റം ഓഫ് പ്ലാന്റിങ്ങിനനുസരിച്ച് വേരി ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ടേബിളിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട? ട്രയാങ്കുലർ സിസ്റ്റത്തിലാണെങ്കിൽ 7.6 മീറ്റർ സ്പേസിംഗ്. ട്രയാങ്കുലർ സിസ്റ്റത്തിലാണെങ്കിൽ എത്രയാണ്? 7.6 മീറ്റർ സ്പേസിംഗ്. സ്ക്വയർ ആണെങ്കിൽ 7.6 മീറ്റർ ഇൻറ്റു 9 മീറ്റർ. സിംഗിൾ ഹെഡ്ജ്, ഡബിൾ ഹെഡ്ജ്. അപ്പം ഓരോ സിസ്റ്റം ഓഫ് പ്ലാന്റിങ്ങിലും, പ്ലാന്റിംഗ് സിസ്റ്റത്തിലും സ്പേസിംഗ് വ്യത്യാസമായിരിക്കും. അതിനകത്ത് അപ്രോക്സിമേറ്റ് നമ്പർ ഓഫ് പ്ലാന്റ്സ് 198 ആണ് ട്രയാങ്കുലർ സിസ്റ്റത്തിൽ. നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇന്നൊരു ഇപ്പം ഈ ട്രയാങ്കുലർ സിസ്റ്റത്തിൽ പ്ലാന്റിങ്ങിന്റെ സ്പേസിംഗ് എത്രയാണ്, അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് പ്ലാന്റ്സിനെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാം. അപ്പൊ ആ ഒരു രീതിയിലേക്കുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ സ്പേസിംഗ് എല്ലാവരും ഈ ഒരു ടേബിൾ മസ്റ്റ് ആയിട്ട് അങ്ങ് നോക്കാം. നമ്മളിപ്പം പറഞ്ഞ സ്പേസിങ്ങിന്റെ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ് ട്രയാങ്കുലർ, സ്ക്വയർ, സിംഗിൾ ഹെഡ്ജ് ആൻഡ് ഡബിൾ ഹെഡ്ജ്. അപ്പൊ എങ്ങനെയാണ് അതിന്റെ ഒരു പ്ലാന്റിംഗ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തതാണ് മാനുവറിംഗ് ഓഫ് അഡൽട്ട് പാംസ് അല്ലെങ്കിൽ ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ. ഈ ഒരു ടേബിളിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പൊതുവെ ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഓർമ്മ നിൽക്കണം, അതായത് മെമ്മറൈസ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് ഇത് വായിക്കുക. ഈ ഒരു ടേബിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ വരുന്നത് ജനറൽ റെക്കമെൻഡേഷൻ. ജനറൽ റെക്കമെൻഡേഷൻ തന്നെ ആവറേജ് മാനേജ്മെന്റിലാണെങ്കിൽ, ഗുഡ് മാനേജ്മെന്റ് ആണെങ്കിൽ എങ്ങനെ. പിന്നെ ഫോർ റിക്ലെയിംഡ് ക്ലേയി സോയിൽസ്, കുട്ടനാട്ടിലെ റിക്ലെയിംഡ് ക്ലേയി സോയിൽസിന് എങ്ങനെയാണ് റെക്കമെൻഡേഷൻ. റെഡ് ലോം സോയിൽസിന്, ദെൻ ഹൈബ്രിഡ്സ്, അത്യുൽപാദന ശേഷിയുള്ള ഹൈബ്രിഡ്സ് അല്ലെങ്കിൽ ഹൈ yielding പാംസിനകത്ത്. അതിൽ തന്നെ ഫോർ ഇറിഗേറ്റഡ് ഏരിയാസിന് എത്രയാണ്, ഫോർ റെയിൻഫെഡ് കണ്ടീഷൻസിന് എത്രയാണ്, NPK എങ്ങനെയാണ്, കിലോഗ്രാം പെർ പാം പെർ ആനം. ഒരു വർഷം
ഒരു തെങ്ങിൻ തടത്തിൽ ഒരു പാമ്പിന് നമ്മൾ എത്ര കിലോഗ്രാം കൊടുക്കണം എന്നുള്ള NPK റെക്കമെൻഡേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു ജനറൽ റെക്കമെൻഡേഷൻ നോക്കാം. ആവറേജ് മാനേജ്മെന്റ് ആണെങ്കിൽ 0.34, 0.17, 0.68 kg per palm per annum. In the case of good management ആണെങ്കിലോ 0.50, 0.32 and 1.2 kilogram per palm per annum. ഓക്കെ, അപ്പൊ അതുപോലെ ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് പഠിക്കുക. പൊതുവേ നമുക്ക് എപ്പോഴും എക്സാമുകൾക്കൊക്കെ ജനറൽ റെക്കമെൻഡേഷൻ ആയിരിക്കും. നമുക്ക് കോക്കനട്ട് മാത്രമല്ല, പെപ്പർ പോലുള്ള പ്ലാന്റേഷൻ ക്രോപ്സിന്റെ സ്പൈസസിന്റെ ഒക്കെ നമുക്ക് പല PSC എക്സാമുകൾക്കും വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ജനറൽ റെക്കമെൻഡേഷൻ സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്. അപ്പൊ അതൊന്നും അറിഞ്ഞിരിക്കുക. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പ്രാക്ടീസ് ആണ് ഡ്രൗട്ട് മാനേജ്മെന്റ് ഇൻ കോക്കനട്ട് ഗാർഡൻ. ഈ പറയുന്ന പ്രാക്ടീസും അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് നമുക്ക് POPയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എങ്ങനെയാണ്? നമുക്കറിയാം, നമുക്ക് കൃത്യമായിട്ട് എല്ലാ വർഷവും നല്ല വിളവ് ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നല്ല രീതിയിൽ ന്യൂട്രിയൻസ് കൊടുക്കുകയും ആ ന്യൂട്രിയൻസ് ചെടിക്ക് അല്ലെങ്കിൽ നമ്മുടെ തെങ്ങിന് നല്ല രീതിയിൽ വലിച്ചെടുക്കാൻ സാധിക്കണമെങ്കിൽ മണ്ണിൽ നല്ല മോയിസ്ചർ അല്ലെങ്കിൽ നല്ല നനവീർപ്പം ഉണ്ടായിരിക്കണം. അപ്പൊ അത് നമ്മൾ ആ പറയുന്ന മോയിസ്ചർ ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ പറയുന്ന ഒരു ആസ്പെക്ട് ആണ് ഈ പറയുന്ന ഡ്രൗട്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എന്തൊക്കെ ചെയ്യാം? ഒന്നാമതായിട്ടും ഹസ്ക് ബെറിയൽ ഫോർ മോയിസ്ചർ കൺസർവേഷൻ. ഈ ഒരു പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഹസ്ക് ബെറിയൽ ചെയ്യുന്നതെന്ന്. നമ്മൾ നമ്മുടെ തെങ്ങിൻ തോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാണ്. എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ചകിരിത്തൊണ്ട്, ഉണങ്ങിയ ചകിരിത്തൊണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ തടത്തിൽ ഇങ്ങനെ പൊതിഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ രീതി എങ്ങനെയാണ്? ഹസ്ക് ക്യാൻ ബി ബെറിഡ് എയ്തർ ഇൻ ലീനിയർ ട്രെഞ്ചസ് ടേക്കൺ 3 meter away from the trunk between rows of palms or in circular trenches taken around the palm at a distance of 2 meter from the trunk. എങ്ങനെയാണ്? ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ തെങ്ങിന്റെ തടത്തിൽ നിന്ന് ഒരു 3 മീറ്റർ മാറിയിട്ട് നീളത്തിൽ ചാല് കീറി ട്രെഞ്ചസ് എടുത്തിട്ട് നമുക്ക് ചെയ്യാം. അല്ല എങ്കിൽ അതിന്റെ ചുറ്റിനും ഒരു സർക്കുലർ 2 മീറ്റർ മാറിയിട്ട് സർക്കുലർ ട്രെഞ്ചസ് എടുത്തിട്ട് നമുക്ക് ഈ പറയുന്ന ചകിരത്തുണ്ടുകൾ ഹസ്ക് നമുക്ക് വെറിയ ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ ചെയ്യുമ്പം ഹസ്ക് ആർ ടു ബി പ്ലേസ്ഡ് ഇൻ ലെയേഴ്സ് വിത്ത് കോൺകേവ് സർഫസ് ഫേസിംഗ് അപ്വേർഡ്സ് ആൻഡ് കവേർഡ് വിത്ത് സോയിൽ. ആൻഡ് ദിസ് ബെനിഫിഷ്യൽ എഫക്ട് ഓഫ് ഹസ്ക് ബെറിയൽ വിൽ ലാസ്റ്റ് ഫോർ അബൌട്ട് 5 to 7 years. മോർ ദാൻ 5 years ഒക്കെ ഈ പറയുന്ന ഇതിന്റെ ബെനിഫിറ്റ് കിട്ടും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഹസ്ക് ഈ പറയുന്ന ചകിരിത്തുണ്ടുകൾക്ക് പകരം കൊയർപ്പിത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഒരു വർഷം ഒരു പാമ്പിന് 25 കിലോഗ്രാം എന്ന കണക്കിലും നമുക്ക് കൊയർപ്പിത്തും വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പൊ ഇത് വളരെ കോമൺ ആയിട്ട് നമ്മുടെ വളരെ പണ്ട് തൊട്ടേ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ പ്രാക്ടീസ് ആണ് ഹസ്ക് ബെറിയൽ. എന്തിനു വേണ്ടിയിട്ട്? ഫോർ മോയിസ്ചർ കൺസർവേഷൻ. ഓക്കെ, അടുത്തതായിട്ട് മൾച്ചിങ് എല്ലാവർക്കും അറിയാം, പുതയിടൽ. മൾച്ചിങ് ഇസ് എൻ എഫക്റ്റീവ് മെത്തേഡ് ഫോർ കൺസേർവിംഗ് സോയിൽ മോയിസ്ചർ. അപ്പൊ നമുക്ക് കോക്കനട്ട് ബേസിന് ഗ്രീൻ അല്ലെങ്കിൽ ഡ്രൈ ലീവ്സ് അറ്റ് ദ ക്ലോസ് ഓഫ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ സമയങ്ങളിൽ നമുക്ക് ഉണങ്ങിയതോ അല്ലെങ്കിൽ പച്ചയായിട്ടുള്ള ഇലകൾ നമുക്ക് ഉപയോഗിക്കാം. മൾച്ചിങ് ഓൾസോ ആഡ്സ് ഓർഗാനിക് മാറ്റർ ടു ദ സോയിൽ ആൻഡ് റെഡ്യൂസസ് ദ സോയിൽ ടെമ്പറേച്ചർ. ഇത് ഓർഗാനിക് മാറ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ സോയിൽ ടെമ്പറേച്ചറും കുറയ്ക്കുന്നു, സോയിൽ മോയിസ്ചറിനെ കൺസേർവ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ മൾച്ചിങ് ചെയ്യുന്നതിലൂടെ നമുക്ക് മൾട്ടിപ്പിൾ ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഗ്രീൻ മെന്യൂർ ആൻഡ് കവർ ക്രോപ്സ്. ഗ്രീൻ മെന്യൂർ ക്രോപ്സ് എന്ന് പറയുന്നത് പച്ചില വിളകളും അതുപോലെ തന്നെ കവർ ക്രോപ്സ് ആവരണ വിളകളും നമുക്ക് ഉപയോഗിക്കാം. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സീഡ്സ്, ഗ്രീൻ മെന്യൂർ ക്രോപ്സ് അല്ലെങ്കിൽ കവർ ക്രോപ്സിന്റെ സീഡ്സ് നമ്മൾ തെങ്ങിൻ തടങ്ങളിൽ വിതയ്ക്കുന്നു. അപ്പൊ അത് അവിടെ തന്നെ വരുന്നു. അത് നമുക്ക് അവിടെ തന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്യാം. അതായത് ഇപ്പം ഗ്രീൻ മെന്യൂർ ക്രോപ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ക്രോട്ടലേറിയ ജെൻസിയ സൺഹം, then Tephrosia purpurea culini, then Indigofera hirsutum, Pureria fascioloides. Then cover crops വളരെ കോമൺ ആയിട്ടുള്ള കലപ്പഗോണിയം മ്യൂക്കണോയിഡ്സ്, മൈമോസ ഇൻവിസ, സ്റ്റൈലോസാന്തസ് ഗ്രസിലിസ്, then ഷെയ്ഡ് കം ഗ്രീൻ മെന്യൂർ ഷ്രബ് ടെഫ്രോസിയ കാൻഡിഡ. ഈ പറയുന്ന പച്ചില വിളകളും ആവരണ വിളകളും നമുക്ക് എന്ത് ചെയ്യാം? തെങ്ങിൻ തോപ്പിൽ ഈ പറയുന്ന മോയിസ്ചർ കൺസേർവ് ചെയ്യാൻ അല്ലെങ്കിൽ ഡ്രൗട്ട് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഏതൊക്കെയാണ് ആ പ്രാക്ടീസ്? ഒന്നാമതായിട്ട് ഹസ്ക് ബെറിയൽ ഫോർ മോയിസ്ചർ കൺസർവേഷൻ, രണ്ടാമതായിട്ട് മൾച്ചിങ് അല്ലെങ്കിൽ പുതയിടൽ, ദെൻ ഗ്രീൻ മെന്യൂർ ആൻഡ് കവർ ക്രോപ്സ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന 3 പോയിന്റ്സ് ഓർത്തിരിക്കുക. നമുക്ക് ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി അടുത്തതാണ് തെങ്ങിൻ തോപ്പിൽ നമ്മൾ എന്താണ് ഇന്റർ ക്രോപ്പിംഗും മിക്സഡ് ക്രോപ്പിംഗും. അപ്പൊ അത്യാവശ്യം നമുക്കറിയാം ഇടയകലം 7.6 മീറ്റർ സ്പേസിംഗ് ഉണ്ട്. അപ്പൊ നമുക്ക് അത്യാവശ്യം തെങ്ങിൻ തോപ്പിൽ ഇടയകലം കിട്ടുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന സ്ഥലം നമുക്ക് വെറുതെ ഇട്ടേക്കുന്നതിനേക്കാളും എന്ത് ചെയ്യാം? ഈ പറയുന്ന ഇന്റർ ക്രോപ്സ് ഇടവിളകൾ കൃഷി ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അപ്പം പൊതുവെ നമ്മൾ തുടക്ക കാലയളവിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ക്രോപ്സ് ഒക്കെ ഉപയോഗിക്കാം. അല്ലാത്ത പക്ഷം കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്താണ് കുറച്ച് നമ്മുടെ തെങ്ങിൻ തൈ വളർന്ന് തെങ്ങായി വരുമ്പോഴത്തേക്കും ഷെയ്ഡ് വരും. അപ്പൊ ആ ഷെയ്ഡ് വരുമ്പോഴത്തേക്കും ഷെയ്ഡ് ടോളറന്റ് ആയിട്ടുള്ള നമ്മുടെ ഇഞ്ചിയോ മഞ്ഞളോ അത്തരത്തിൽ ഷെയ്ഡ് ടോളറന്റ് ആയിട്ടുള്ള ക്രോപ്സ് നമുക്ക് ഇടവിളയായിട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ കോമൺ ഇന്റർ ക്രോപ്സ് ആൻഡ് മിക്സഡ് ക്രോപ്പിംഗ് പാറ്റേൺ അല്ലെങ്കിൽ ക്രോപ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്?
സീരിയൽസിനകത്ത് നമുക്ക് റൈസ്, മെയ്സ്, ദെൻ ലെഗ്യൂംസ് ആണെങ്കിൽ ലെഗ്യൂംസ് അല്ലെങ്കിൽ പൾസസ് ആണെങ്കിൽ ഗ്രൗണ്ട് നട്ട്, നിലക്കടല, ദെൻ ഹോഴ്സ് ഗ്രാം, കൗപ്പി. ട്യൂബേഴ്സ് ആണെങ്കിൽ ടപ്പിയോക്ക, സ്വീറ്റ് പൊട്ടറ്റോ, യാംസ്, കൊളക്കേഷ്യ. ദെൻ സ്പൈസസ് ആൻഡ് കോണ്ടിമെന്റ്സിനകത്ത് ജിഞ്ചർ, ടർമറിക്, ചില്ലി, പെപ്പർ, നട്ട്മെഗ്, സിനമൺ, ക്ലോവ് എല്ലാം തന്നെ ഉപയോഗിക്കാം. ഫ്രൂട്ട് പ്ലാന്റ്സിനകത്താണെങ്കിലും ബനാന, പൈനാപ്പിൾ, പപ്പായ. ബനാന നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം ബനാനയുടെ പാളയം കോടൻ വെറൈറ്റി ദാറ്റ് ഇസ് റെക്കമെൻഡഡ് ഇൻ ദ റിക്ലെയിംഡ് സോയിൽസ് ഓഫ് കുട്ടനാട്. 3 suckers per plum have to be retained. ദെൻ ബിവറേജ് ക്രോപ്പ് ആയിട്ടുള്ള കൊക്കോ യൂസ് ചെയ്യാം. ദെൻ ഫോഡർ ഗ്രാസ് ഉള്ള ഹൈബ്രിഡ് നേപ്പിയർ, ഗിനി ഗ്രാസ് തുടങ്ങി. അപ്പൊ ഈ പറയുന്ന ക്രോപ്സ് എല്ലാം തന്നെ നമുക്ക് തെങ്ങിൻ തോപ്പിൽ എന്തായിട്ട് കൃഷി ചെയ്യാം? ഇടവിളയായിട്ട് കൃഷി ചെയ്യാം. ഓക്കെ, ഇതിന്റെ ഒരു പിക്ചോറൽ റെപ്രസെന്റേഷൻ ആണ്. ഇനി കുറച്ച് ഇന്റർ ക്രോപ്സ്, ഇപ്പം കോക്കനട്ടും ടർമറിക്കും ചെയ്തിരിക്കുന്നു, കോക്കനട്ടിന്റെ ഇടയ്ക്ക് പൈനാപ്പിൾ ചെയ്തിരിക്കുന്നു, കൊക്കോ ചെയ്തിരിക്കുന്നു, ബനാന ചെയ്തിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇതൊക്കെ കാണുന്നതാണ് തെങ്ങിൻ തോപ്പിൽ പലതരത്തിലുള്ള നമുക്ക് വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട് ക്രോപ്സും അതുപോലെ സ്പൈസസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇടവിളയായിട്ട് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തത് മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് സിസ്റ്റത്തിന്റെ ഒരു പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് സിസ്റ്റം പല ക്രോപ്സ് ചെയ്ത് കോക്കനട്ട് ഉണ്ട്, ബനാന ഉണ്ട്, നട്ട്മെഗ് ഉണ്ട്, പെപ്പർ ഉണ്ട്, പൈനാപ്പിൾ, അത്തരത്തിലുള്ള ഒരു മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് സിസ്റ്റത്തിന്റെ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ബട്ടൺ ഷെഡിങ്, നമുക്ക് POP എടുത്ത് പറയുന്ന ഒരു പ്രശ്നമാണ്. അതായത് നമുക്ക് മച്ചിങ്ങ പൊഴിയൽ, നമുക്ക് എല്ലാവർക്കും അറിയാം തെങ്ങിന് നമുക്ക് ഈ പറയുന്ന മച്ചിങ്ങ പൊഴിയൽ ഒരു പ്രധാന പ്രശ്നമാണ്. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ പോസിബിൾ കോസസ് എന്തൊക്കെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? പത്തോളജിക്കൽ കണ്ടീഷൻസ്, അതായത് എന്തെങ്കിലും പാത്തജൻസ്, എന്തെങ്കിലും അസുഖം കാരണം എന്ത് സംഭവിക്കാം? ഈ പറയുന്ന ബട്ടൺ ഷെഡിങ് ഉണ്ടാവാം. ദെൻ അറ്റാക്ക് ഓഫ് ഇൻസെക്ട് പെസ്റ്റ്, എന്തെങ്കിലും ഇൻസെക്ട് പെസ്റ്റുകളുടെ അറ്റാക്ക് ഉണ്ടാക്കാം. ദെൻ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, നമ്മൾ കൃത്യമായിട്ടുള്ള വളപ്രയോഗം ചെയ്യാത്തതിന്റെ കാരണമായിട്ട് എന്ത് പറ്റുന്നു? ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടാവും, അതിന്റെ ഭാഗമായിട്ട് മച്ചിങ്ങ പൊഴിയാം. ദെൻ സോയിൽ ആൻഡ് ക്ലൈമറ്റിക് വേരിയേഷൻസ് കാരണം സംഭവിക്കാം. ദെൻ ഡിഫക്ട്സ് ഇൻ പോളിനേഷൻ ആൻഡ് ഫെർട്ടിലൈസേഷൻ, ശരിയായിട്ടുള്ള പോളിനേഷനും ഫെർട്ടിലൈസേഷനും സംഭവിക്കാത്തത് വഴി ഈ പറയുന്ന ബട്ടൺ ഷെഡിങ് ഉണ്ടാവാം. സ്ട്രക്ചറൽ ഡിഫക്ട്സ് ഇൻ ഫ്ലവറിലുള്ള സ്ട്രക്ചറൽ ഡിഫക്ട്സ് ഉണ്ടാവാം. ദെൻ അബോർഷൻ ഓഫ് എംബ്രിയോ, ഈ പറയുന്ന എല്ലാ പോയിന്റ്സും എവിടെ വരും? നമ്മുടെ ഈ പോളിനേഷൻ ഫെർട്ടിലൈസേഷനുള്ള തകരാറ് വഴിയാണ് ഈ പറയുന്ന എല്ലാ പോയിന്റ്സും വരുന്നത്. ദെൻ ലിമിറ്റഡ് കപ്പാസിറ്റി ഓഫ് ദ ട്രീ ടു ബിയർ ഫ്രൂട്ട്സ്. ദെൻ അൺഫേവറബിൾ കണ്ടീഷൻസ് സച്ച് ആസ് ഡെഫിസിറ്റ് ഓഫ് മോയിസ്ചർ, വാട്ടർ ലോഗിങ് ആൻഡ് ലാക്ക് ഓഫ് എയറേഷൻ. അപ്പൊ ഇത്രയുമാണ് മച്ചിങ്ങ പൊഴിയൽ അല്ലെങ്കിൽ ബട്ടൺ ഷെഡിങ്ങിന് കാരണമായിട്ട് വരുന്ന സംഭവങ്ങൾ. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. പിന്നീട് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസും അത് കൂടാതെ നമുക്ക് എന്താണ് പെസ്റ്റ് ആൻഡ് ഡിസീസിന്റെ ഒക്കെ അറ്റാക്ക് ഉണ്ട്. അതാണ് നമുക്ക് പിന്നീട് നമ്മൾ തെങ്ങിൻ തോപ്പിൽ നേരിടുന്ന പ്രശ്നം. അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെഫിഷ്യൻസിയാണ് ബോറോൺ ഡെഫിഷ്യൻസി. അപ്പൊ നമുക്ക് ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത്തരത്തിലുള്ള സിംറ്റംസ് ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ബോറോൺ ഡെഫിഷ്യൻസി സിംറ്റംസ് ഓൾവേസ് ഒക്കർ ഓൺ ന്യൂലി എമേർജിംഗ് ലീവ്സ്, പുതുതായിട്ട് വരുന്ന ഓലകളിൽ ഇത് ഉണ്ടാവാം. ആൻഡ് റിമെയിൻ വിസിബിൾ ഓൺ ദീസ് ലീവ്സ് ആസ് ദേ മെച്യൂർ ആൻഡ് ആർ റീപ്ലേസ്ഡ് ബൈ younger leaves. Then one of the earliest symptoms of boron deficiency on coconut palm is leaf wrinkling സംഭവിക്കാം. ആൻഡ് മാനിഫെസ്റ്റ് ആസ് ഷാർപ്ലി ബെൻഡ് ലീഫ്ലെറ്റ് ടിപ്സ് ഉണ്ടായിരിക്കാം. അത്തരത്തിലൊരു കണ്ടീഷൻ നമ്മൾ ഹുക്ക് ലീഫ് എന്നാണ് പറയുന്നത്. ഇനി ലീവ്സിന് എങ്ങനെയായിരിക്കും? ഒരു സെറേറ്റഡ് സിക്സാഗ് അപ്പിയറൻസ്. ഇപ്പൊ ഈ ഒരു പിക്ചറിൽ കാണുന്നത് ഒരു സെറേറ്റഡ് സിക്സാഗ്, ഒരു ലീഫ് മൊത്തത്തിൽ ഇങ്ങനെ ഡിസ്റ്റോർഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. Then other common symptom is failure of newly emerging spear leaves. അപ്പൊ അത് എമേർജ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ട് ഓപ്പൺ ചെയ്യുന്നതിൽ. Then in a chronic stage, multiple unopened spear leaves may be visible at the apex of the canopy. Then boron deficiency പറയുന്ന ലീവ്സിന് മാത്രമല്ല ഇൻഫ്ലോറസെൻസിലും നട്ട്സിലും ഒക്കെ അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻഫ്ലോറസെൻസും അതുപോലെ നട്ട്സും ഒക്കെ ഇതിക്കും നെക്രോട്ടിക് കണ്ടീഷൻ വരുന്നു. അപ്പൊ ഇത്തരത്തിൽ ഈ പിക്ചർ കണ്ടാൽ മനസ്സിലാവും ഈ പറയുന്ന സിംറ്റംസ് ഒക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും. ലീഫ് ഇങ്ങനെ പ്രോപ്പർ ആയിട്ട് ഓപ്പൺ ചെയ്യാതിരിക്കുന്നു, അല്ലെങ്കിൽ റിംഗ്ലിംഗ് സംഭവിക്കുന്നുണ്ട്, സിവിയർ ആയിട്ട് ലീഫ് ഇങ്ങനെ ഡിസ്റ്റോർഡ് ആവുന്നു. ഇൻഫ്ലോറസെൻസിലും നട്ട്സും ഒക്കെ ഇങ്ങനെ ഇൻഫ്ലോറസെൻസിലൊക്കെ ഈ പറഞ്ഞൊരു ഇൻഫ്ലോറസെൻസ് ഇങ്ങനെ കരിഞ്ഞിരിക്കുന്ന ഒരു നെക്രോട്ടിക് ആയിട്ടുള്ള ഒരു സിംറ്റംസ് ഒക്കെ ഉണ്ടാവും. ഇത് നമുക്ക് പെസ്റ്റിന്റെ അറ്റാക്ക് കൊണ്ട് സംഭവിക്കാം. അല്ലാത്ത ഈ പറയുന്ന ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, ഈ പറയുന്ന സിംറ്റംസ് ഒക്കെ പൊതുവെ മൈക്രോന്യൂട്രിയൻ ഡെഫിഷ്യൻസി, അതായത് ബോറോണിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്നതാണ്. അപ്പൊ എങ്ങനെ നമുക്കത് പരിഹരിക്കാം? ബോറോണിന്റെ ഡെഫിഷ്യൻസി ആണ്, നമ്മൾ ബോറോൺ സപ്ലിമെന്റ് ചെയ്യണം. ബോറോൺ ഏത് ഫോമിലാണ്? ബൊറാക്സിന്റെ ഫോമിൽ നമുക്ക് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. സീഡ്ലിംഗ് സ്റ്റേജിൽ നമുക്ക് സ്പ്രേ ആയിട്ട്, ഫോളിയർ സ്പ്രേ ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ബോറോൺ ഡെഫിഷ്യൻസി പരിഹരിക്കാനായിട്ട് സാധിക്കും.
അടുത്തതായിട്ട് പെസ്റ്റ് ആൻഡ് ഡിസീസസ്. ലാസ്റ്റ് നമ്മൾ ഇനി പെസ്റ്റ് ആൻഡ് ഡിസീസ് ആണ് പറഞ്ഞു നിർത്തുന്നത്. പെസ്റ്റും ഡിസീസും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ പെസ്റ്റും ഏതൊക്കെയാണ്, അതിന്റെ സിംറ്റംസ്, അതിന്റെ കൺട്രോൾ മെഷേഴ്സ് എന്തൊക്കെയാണ്, മാനേജ്മെന്റ് പ്രാക്ടീസസ് ഒക്കെ നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എൻഡമോളജി അതുപോലെ തന്നെ പത്തോളജി ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് പെസ്റ്റ് എന്നുള്ളത് ജസ്റ്റ് അതിന്റെ കോമൺ നെയിമും സയന്റിഫിക് നെയിമും ഒന്ന് നോക്കാം. റൈനോസറസ് ബീറ്റിൽ എല്ലാവർക്കും അറിയാം എന്താണ്, ഒറക്ടസ് റൈനോസറസ്, നമ്മുടെ കൊമ്പൻ ചെല്ലി എന്ന് പറയുന്നത്. ദെൻ റെഡ് പാം ബീവിൾ, റിംഗോഫോറസ് പെറുജീനിയസ്. ദെൻ ലീഫ് ഈറ്റിംഗ് കാറ്റർപില്ലർ, വൺ സെക്കൻഡ്, leaf eating caterpillar, Opicenia arenosella. Then cockchafer beetle, Leucophilus cuneophora. Then corid bug, Paradisynus rostratus. Coconut eriophyte mate, നമ്മുടെ മണ്ടരി, ദാറ്റ് ഈസ് അസേറിയ ഗ്യൂറോണിസ്. ഓക്കെ, അസേറിയ ഗ്യൂറോണിസ്. അപ്പൊ ഈ പറയുന്ന നമ്മുടെ മേജർ പെസ്റ്റുകളുടെ ഒക്കെ സിംറ്റംസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഇത് നമ്മുടെ കൊമ്പൻ ചെല്ലി. കൊമ്പൻ ചെല്ലി എങ്ങനെയാണ്, ട്രയാങ്കുലർ കട്ട്സ് ഉണ്ടാക്കും. അതിന്റെ പെർട്ടിക്കുലർ ആയിട്ടുള്ള സിംറ്റം ആണ് ട്രയാങ്കുലർ കട്ട്സ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ ചെമ്പൻ ചെല്ലിയുടെ അറ്റാക്ക് ആണ്. ദെൻ ഇത് നമ്മുടെ കൊറിഡ് ബഗിന്റെ ഒരു അറ്റാക്ക്. ഇത് നമ്മുടെ മണ്ടരി എറിയോഫിറ്റ് മൈറ്റിൻ്റെത്. ഇത്തരത്തിൽ നീരൂറ്റി കുടിച്ചിട്ട് ഇങ്ങനെ ഒരു ഡിസ്കളറേഷൻ ഉണ്ടാവും. എറിയോഫിറ്റ് മൈറ്റിൻ്റെത്, കോക്കനട്ട് എറിയോഫിറ്റ് മൈറ്റ്. അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട കോക്കനട്ടിന്റെ പെസ്റ്റും. ഏതൊക്കെയാണ്, റൈനോസറസ് ബീറ്റിൽ, റെഡ് പാം ബീവിൽ, ദെൻ ലീഫ് ഈറ്റിംഗ് കാറ്റർപില്ലർ, കോക്ചാഫർ ബീറ്റിൽ, കൊറിഡ് ബഗ്, കോക്കനട്ട് എറിയോഫിറ്റ് മൈറ്റ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിംറ്റംസും അല്ലെങ്കിൽ മാനേജ്മെന്റ് മെഷേഴ്സും ഒക്കെ നിങ്ങൾ ഈ വരുന്ന ക്ലാസ്സുകളിലൊക്കെ എൻഡമോളജി ക്ലാസ്സുകളിൽ പഠിക്കും. നമുക്ക് ജസ്റ്റ് ഇപ്പൊ അതിന്റെ ഒരു പേരുകൾ അറിഞ്ഞു പോവാം. അതുപോലെ തന്നെ ഡിസീസസ് ഓഫ് കോക്കനട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസീസ് ആണ് റൂട്ട് വിൽറ്റ് അല്ലെങ്കിൽ കാറ്റുവീഴ്ച. അതെന്താണ്, ഒരു ഫൈറ്റോപ്ലാസ്മ ഡിസീസ് ആണ്. അത് അതിന്റെ വെക്ടേഴ്സ് ആണ് സ്റ്റെഫാനിറ്റിസ് ടിപ്പിക്കയും പ്രൊട്ടിസ്റ്റ മോയിസ്റ്റയും. ദെൻ ബഡ് റോട്ട്, കൂമ്പ് ചീയൽ രോഗം, ബഡ് റോട്ട് ഫൈറ്റോഫ്തോറ പാമിയോറ കോസ് ചെയ്യുന്നതാണ്. സ്റ്റെം ബ്ലീഡിങ്, അതായത് ചെന്നീരൊലിപ്പ് രോഗം എന്ന് പറയും. സ്റ്റെം ബ്ലീഡിങ്, സ്റ്റെംസിൽ ഈ പറഞ്ഞ പോലെ ചെറിയ ക്രാക്സ് വന്നിട്ടായിരുന്നു ബ്ലീഡിങ്, അതായത് ചെറിയ എക്സുഡേറ്റ്സ് വരുന്നു. അത് തിലാവിയോപ്സിസ് പാരഡോക്സി ആണ് അത് കോസ് ചെയ്യുന്നത്. ഗ്രേ ബ്ലൈറ്റ്, പെസ്റ്റലോഷിയ പാമിയറം. ദെൻ തഞ്ചോർ വിൽറ്റ് അല്ലെങ്കിൽ ബേസൽ സ്റ്റെം എൻഡ് റോട്ട് അല്ലെങ്കിൽ ഗാനോഡെർമ വിൽറ്റ് എന്ന് പറയും. അത് കോസ് ചെയ്യുന്നതും ഗാനോഡെർമ ലൂസിഡം എന്ന് പറയുന്ന പാത്തജൻ ആണ്. അപ്പൊ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡിസീസസ്, റൂട്ട് വിൽറ്റ്, ബഡ് റോട്ട്, സ്റ്റെം ബ്ലീഡിംഗ്, ഗ്രേ ബ്ലൈറ്റ്, തഞ്ചോർ വിൽറ്റ് അല്ലെങ്കിൽ ബേസൽ സ്റ്റെം എൻഡ് റൂട്ട്, ഗാനോഡെർമ വിൽറ്റ്. അപ്പൊ ഈ പറയുന്ന എല്ലാ പെസ്റ്റിന്റെയും ഡിസീസിന്റെയും സിംറ്റംസും അതിന്റെ മാനേജ്മെന്റ് മെഷേഴ്സും നമ്മുടെ POP പറയുന്നുണ്ട്. അപ്പൊ അതെല്ലാവരും നന്നായിട്ട് വായിച്ചു നോക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ആസ്പെക്ട് ആണ് സേഫ് സ്റ്റോറേജ് ഓഫ് കൊപ്ര. നമുക്ക് ഹാർവെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി കൊപ്ര സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പം കൊപ്ര സ്റ്റോറേജിന്റെ സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന രണ്ട് സ്റ്റോറേജ് പെസ്റ്റുകളുടെ പേരാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് എന്താണ്, ഹാം ബീറ്റിൽ അല്ലെങ്കിൽ നെക്രോബിയ റൂഫിപ്പസ്. ദെൻ സോ ടൂത്ത് ഗ്രെയിൻ ബീറ്റിൽ, ദാറ്റ് ഈസ് ഒറൈസെഫിലസ് സുറിനാമെൻസിസ്. ഹാം ബീറ്റിലും സോ ടൂത്ത് ഗ്രെയിൻ ബീറ്റിലും. ഇത് നമുക്കൊരു ക്വസ്റ്റൻ ആയിട്ട് വേണമെങ്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. സേഫ് സ്റ്റോറേജ് ഓഫ് കൊപ്ര എന്നൊരു ആസ്പെക്റ്റിലും നമുക്ക് കൊപ്ര സ്റ്റോർ ചെയ്യുന്ന സമയത്ത് വരുന്ന സ്റ്റോറേജ് പെസ്റ്റുകൾ ഏതൊക്കെയാണ്, ഹാം ബീറ്റിൽ, നെക്രോബിയ റൂഫിപ്പസ്, ആൻഡ് സോ ടൂത്ത് ഗ്രെയിൻ ബീറ്റിൽ, ഒറൈസെഫിലസ് സുറിനാമെൻസിസ്. ഓക്കെ, ഇനി നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ കൊപ്ര സ്റ്റോർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്, ഡ്രൈ ദ പ്രൊഡ്യൂസ് ടു 4% മോയ്സ്ചർ കണ്ടന്റ്. 4% ഒക്കെ ഉണക്കാം. അല്ലാത്ത പക്ഷം ഈ പറഞ്ഞ പോലെ എന്തുണ്ടാവുന്നുണ്ട്, പാത്തജൻസിന്റെ ഒക്കെ അറ്റാക്ക് വരാം. ദെൻ അവോയ്ഡ് ഹീറ്റ് സ്റ്റോറേജ്, ഇങ്ങനെ കൂന കൂട്ടിയിടാൻ പാടില്ല. ഹീറ്റ് സ്റ്റോറേജ് അവോയ്ഡ് ചെയ്യുക, വിച്ച് കോസസ് മാക്സിമം ഡാമേജ്. അങ്ങനെ കൂന കൂട്ടിയിടുമ്പോൾ ഈ പറയുന്ന പാത്തജൻ അറ്റാക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദെൻ സ്റ്റോർ കൊപ്ര ഇൻ നെറ്റഡ് പോളിത്തീൻ ബാഗ്സ് ഓർ ഗണ്ണി ബാഗ്സ്. പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ഈ ഒരു ആസ്പെക്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത് പ്രതീക്ഷിക്കാവുന്നതും ഈ രണ്ട് സ്റ്റോറേജ് ടെസ്റ്റുകളുടെ പേരാണ്. കോമൺ നെയിമും സയന്റിഫിക് നെയിമും അറിഞ്ഞിരിക്കുക, ഹാം ബീറ്റിൽ, നെക്രോബിയ റൂഫിപ്പസ്, ആൻഡ് സോ ടൂത്ത് ഗ്രെയിൻ ബീറ്റിൽ, ഒറൈസെഫിലസ് സുറിനാമെൻസിസ്. ഓക്കെ, അപ്പൊ ഇത്രയും ആസ്പെക്റ്റ് ആണ് നമുക്ക് കോക്കനട്ട് എന്ന് പറയുന്ന ഒരു ക്രോപ്പിനെ പറ്റിയിട്ട് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ കോക്കനട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റേഷൻ ക്രോപ്പാണ്. നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലും അതുപോലെ തന്നെ നമുക്ക് ഒരു അഗ്രികൾച്ചർ ഗ്രാജുവേറ്റ് എന്ന നിലയിൽ നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ക്രോപ്സ് ഉണ്ട്. വാഴ, തെങ്ങ്, ഇതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ക്രോപ്സ് ആണ്. നമ്മൾ എങ്ങോട്ടെങ്കിലും ഒക്കെ നിറയാൻ കഴിഞ്ഞാൽ അഗ്രികൾച്ചർ അല്ലേ എന്ന് പറഞ്ഞിട്ട് 2 ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനകത്ത് തീർച്ചയായിട്ടും ഒരു കോക്കനട്ടിന്റെ ക്വസ്റ്റ്യനും വാഴയുടെ ക്വസ്റ്റ്യനും ഒക്കെ പ്രതീക്ഷിക്കാം. അപ്പൊ ഈ ഒരു പറയുന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സോറി ഈ പറയുന്ന ഒരു ക്രോപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നല്ല രീതിയിൽ പഠിക്കുക. അപ്പൊ നമുക്ക് കോക്കനട്ടിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എപ്പോഴും ഏതൊരു എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും ആ ഒരു പോസ്റ്റിലേക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ റെഫർ ചെയ്യുകയാണെങ്കിൽ
നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. നമ്മളൊരു ഏരിയ എടുത്ത് പഠിക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കും, ഇല്ല അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്, അപ്പൊ ഞാൻ ഈ ഒരു ഏരിയ ഇങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ എന്നത് ഏതൊക്കെ സ്കിപ്പ് ചെയ്ത് പഠിക്കണം എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പം നമുക്ക് ഒരു 10ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടും. ഇത് അഗ്രികൾച്ചറൽ ഓഫീസർ കേരള ലാൻഡ് യൂസ് ബോർഡ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. പോപ്പുലർ ടെൻഡർ കോക്കനട്ട് വെറൈറ്റി ഏതാണ്? ടെൻഡർ കോക്കനട്ട് വെറൈറ്റി ഓപ്ഷൻസ് വെസ്റ്റ് കോസ്റ്റ് ടോൾ, ദെൻ ചാവക്കോട് ഓറഞ്ച് ഡോർഫ് ആൻഡ് ചന്ദ്രകൽപ്പ ആൻഡ് പ്രതാപ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് പോപ്പുലർ ആയിട്ടുള്ള ടെൻഡർ കോക്കനട്ട് വെറൈറ്റി? ആൻസർ ഈസ് ചാവക്കോട് ഓറഞ്ച് ഡോർഫ്. COD ആണെങ്കിൽ ചാവക്കോട് ഓറഞ്ച് ഡോർഫ് ആണ്. വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അടുത്തത് മീൻ കൊപ്ര കണ്ടന്റ് ഫോർ മദർ പാം ഷുഡ് ബി എ മിനിമം ഓഫ്. അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ നമ്മൾ മദർ പാം സെലക്ഷന്റെ ഒരു 7 പോയിന്റ് പഠിച്ചു. അതിനകത്ത് ലാസ്റ്റ് പോയിന്റ് നമ്മൾ ഈ പറയുന്ന മീൻ കൊപ്ര കണ്ടന്റ് ആയിരുന്നു പഠിച്ചത്. എത്രയായിരുന്നു വേണ്ടത് മീൻ കൊപ്ര കണ്ടന്റ്? 4 ഓപ്ഷൻ ഉണ്ട്. 120 ഉണ്ട്, 130, 140 ആൻഡ് 150. ആൻസർ ഇസ് 150 ഗ്രാം പെർ നട്ട്. 150 ഗ്രാം പെർ നട്ട് ആയിരുന്നു മീൻ കൊപ്ര കണ്ടന്റ് വേണ്ടത് മദർ പാം സെലക്ഷന് വേണ്ടിയിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ അതേ ആസ്പെക്ട് തന്നെയാണ്. മദർ പാം സെലക്ഷനിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ സോയിൽ കൺസർവേഷൻ ഓഫീസർ എക്സാമിനേഷൻ ചോദിച്ചതാണ്. മിനിമം നമ്പർ ഓഫ് നട്ട്സ് പെർ ട്രീ പെർ ആനം ഫോർ സെലക്ഷൻ ആസ് മദർ പ്ലാന്റ് ഇൻ കോക്കനട്ട്. എത്ര നട്ട്സ്, മിനിമം നമ്പർ ഓഫ് നട്ട്സ് ഒരു വർഷം വേണം എന്നുള്ളതാണ്. എത്ര വേണം? 100 ആണോ, 80 ആണോ, 120 ആണോ, 60 ആണോ? ആൻസർ ഇസ് 80 നട്ട്സ് പെർ ആനം. അതായത് റെഗുലർ ബിയറിംഗ് ആയിരിക്കണം. മിനിമം എത്ര നട്ട്സ് വേണം? കുറെ 80 നട്ട്സ് മിനിമം ഒരു വർഷം അതിനകത്ത് ഉണ്ടാവണം. അതാണ് മദർ പാം സെലക്ഷൻ. നമ്മൾ വിത്ത് തേങ്ങ ശേഖരിക്കുന്ന മാതൃ സസ്യങ്ങളുടെ ഗുണങ്ങൾ, ഒരു 7ഓളം ഗുണങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞ പോലെ 7 പോയിന്റ് നമുക്ക് വേണം എന്തായിട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് പ്രതീക്ഷിക്കും. ഇപ്പൊ നമ്മൾ 2 പോയിന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടു. ഒന്ന് മീൻ കൊപ്ര കണ്ടന്റ് കണ്ടു, ഫസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള മിനിമം നമ്പർ ഓഫ് നട്ട്സ് എത്ര വേണം എന്നുള്ളത് കണ്ടു. ഇനി ഈ പറഞ്ഞതും മദർ പാം സെലക്ഷന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻ ആണ്. കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ റിഗാർഡിംഗ് കോക്കനട്ട് മദർ പാം സെലക്ഷൻ. ഇത് നമുക്ക് തൊട്ട് മുന്നേ കഴിഞ്ഞ അഗ്രികൾച്ചറൽ ഓഫീസർ എക്സാമിനേഷൻ തന്നെ ചോദിച്ച ക്വസ്റ്റൻ ആണ്. ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ്സ്? നമുക്കൊന്ന് ആദ്യം വായിക്കാം. പാംസ് വിത്ത് ഈൽഡ് നോട്ട് ലെസ് ദാൻ 80 നട്ട്സ് പെർ ഇയർ, ദെൻ പാംസ് പ്രൊഡ്യൂസിംഗ് അറ്റ്ലീസ്റ്റ് 10 bunches of nuts with strong bunch stalks, then palms bearing nuts of large size, then palms with more than 30 fully opened leaves. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെയാണ് നോട്ട് ട്രൂ, അതായത് ഏതൊക്കെയാണ് തെറ്റ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഇസ് 2 and 3. അതായത് രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പം ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. പാംസ് വിത്ത് നോട്ട് ലെസ് ദാൻ എത്രയാണ്? 80 നട്ട്സ് പെർ ഇയർ, 80 നട്ട്സ് പെർ ആനം വേണം എന്നുള്ളത്. നാലാമത്തെ ഓപ്ഷൻ മോർ ദാൻ 30 ഫുള്ളി ഓപ്പൺഡ് ലീവ്സ് വേണം. അത് രണ്ടും കറക്റ്റ് ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്തുകൊണ്ടാണ് തെറ്റിയത്? പാംസ് പ്രൊഡ്യൂസിങ് അറ്റ്ലീസ്റ്റ് 10 bunches ഓഫ് നട്ട്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. എത്ര വേണം? മിനിമം എത്രയാണ്? അറ്റ്ലീസ്റ്റ് 12 bunches ഓഫ് നട്ട്സ്. അപ്പൊ ഞാൻ പറഞ്ഞതിൽ 30 ഫുള്ളി ഓപ്പൺഡ് ലീവ്സ്, 12 bunches ഓഫ് നട്ട്സ്. ആ പറയുന്ന നമ്പേഴ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാംസ് ബിയറിംഗ് നട്ട്സ് ഓഫ് ലാർജ് സൈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാംസ് ബിയറിംഗ് നട്ട്സ് ഓഫ് എങ്ങനെയാണ്? മീഡിയം സൈസ്ഡ് നട്ട്സ് ആണ് നമുക്ക് എന്തിനു വേണ്ടിയിട്ട് വേണ്ടത്? മദർ പാം സെലക്ഷന് വേണ്ടിയിട്ട് വേണ്ടത്. ഓക്കെ, അപ്പൊ ആ പറയുന്ന പോയിന്റ്സ് പഠിക്കേണ്ടത്. ഒരിക്കലും സ്കിപ്പ് ചെയ്യാത്തൊരു ഏരിയ ആണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ കുറെ എക്സാമുകൾക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നപ്പോൾ മനസ്സിലായി കാണും. നമുക്ക് എക്സാമിനൊക്കെ പൊതുവെ ചോദിക്കാറുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, അടുത്തത് ഇനി സ്പേസിങ് ആസ്പെക്ട് ചെയ്തിട്ട് നമ്മളൊരു ടേബിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പല പ്ലാന്റിംഗ് സിസ്റ്റത്തിലുള്ള സ്പേസിങ്ങും എത്ര നമ്പർ ഓഫ് പ്ലാന്റ്സിന് അല്ലെങ്കിൽ നമ്പർ ഓഫ് പാംസിന് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാന്നുള്ളതും ആ ഒരു ടേബിളിനെ ആസ്പദമാക്കിയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോയിൽ സർവേ ഓഫീസറിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സ്പേസിംഗ് ഓഫ് കോക്കനട്ട് ഇൻ ട്രയാങ്കുലർ പ്ലാന്റിംഗ്. ട്രയാങ്കുലർ പ്ലാന്റിംഗിൽ എത്രയായിരുന്നു? ഓപ്ഷൻ എ 10 മീറ്റർ, ബി 8.2 മീറ്റർ, സി 6 മീറ്റർ ആൻഡ് ഓപ്ഷൻ ഡി 7.6 മീറ്റർ. എത്രയാണ്? ആൻസർ ഈസ് 7.6 മീറ്റർ. 7.6 മീറ്റർ ആണ് കോമൺ നമ്മുടെ സ്പേസിംഗ് ട്രയാങ്കുലർ പ്ലാന്റിംഗിൽ. ഇനി ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്തത് അപ്രോക്സിമേറ്റ് നമ്പർ ഓഫ് കോക്കനട്ട് ട്രീസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് പെർ ഹെക്ടർ ഓഫ് ലാൻഡ് ട്രയാങ്കുലർ സിസ്റ്റം ഓഫ് പ്ലാന്റിംഗ്. കുറച്ച് മുന്നേ പറഞ്ഞു നിർത്തിയതുള്ളൂ. ട്രയാങ്കുലർ സിസ്റ്റം ഓഫ് പ്ലാന്റിംഗിലെ സ്പേസിംഗ് ആയിരുന്നു ചോദിച്ചത്. ഇപ്പം വേറൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എത്ര പ്ലാന്റ്സിനെ നമുക്ക് ട്രയാങ്കുലർ സിസ്റ്റം ഓഫ് പ്ലാന്റിംഗിൽ അക്കോമഡേറ്റ് ചെയ്യാം? എത്രയാണ്? ഓപ്ഷൻ എ 300, ബി 280, ഓപ്ഷൻ സി 198, ഓപ്ഷൻ ഡി 120. എത്ര അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? ആൻസർ ഇസ് 198, 198. അപ്പൊ ആ പറയുന്ന രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. 7.6 മീറ്റർ സ്പേസിങ്ങും 198 പ്ലാന്റ്സുമാണ് എവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ട്രയാങ്കുലർ സിസ്റ്റം ഓഫ് പ്ലാന്റിംഗിലും. അപ്പൊ ഇതുപോലെ തന്നെ ഇനി ബാക്കി നമുക്ക് സ്ക്വയർ സിസ്റ്റം ഉണ്ട്, സിംഗിൾ ഹെഡ്ജ് ഉണ്ട്, ഡബിൾ ഹെഡ്ജ് ഉണ്ട്. അപ്പം കോമൺ ആയിട്ട് നമുക്ക് വരുന്നത് ട്രയാങ്കുലർ സിസ്റ്റം ആണ്. അപ്പൊ അത് എന്തായാലും അറിഞ്ഞിരിക്കാം.
അടുത്തത് നമ്മൾ സ്പേസിംഗ് പോലെ തന്നെ മറ്റൊരു വലിയൊരു ടേബിൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഠിക്കണം. ദാറ്റ് ഈസ് ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ മാനുവറിംഗ് ഓഫ് അഡൽട്ട് പാംസ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്ന് സോയിൽ കൺസർവേഷൻ ഓഫീസറിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ ഇൻ കിലോഗ്രാം പെർ പാം പെർ ആനം ഫോർ അഡൽട്ട് കോക്കനട്ട് ആൻഡ് ആവറേജ് മാനേജ്മെന്റ്. കണ്ടോ, അപ്പൊ നമുക്ക് അതിനകത്ത് ജനറൽ റെക്കമെൻഡേഷനകത്ത് ആവറേജ് മാനേജ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ആവറേജ് മാനേജ്മെന്റ് ആണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഏതാണ്? നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഈസ് 0.34, 0.17, 0.68 കിലോഗ്രാം NPK പെർ പാം പെർ ആനം ആണ് ആവറേജ് മാനേജ്മെന്റിന് വേണ്ട. ആവറേജ് മാനേജ്മെന്റിൽ വളർത്തുന്നത് ശരാശരി പരിപാലനത്തിൽ വളർത്തുന്ന ഒരു പ്രായപൂർത്തിയുള്ള ഒരു അഡൽട്ട് കോക്കനട്ടിന് നമ്മൾ ഒരു വർഷം കൊടുക്കേണ്ട NPK അല്ലെങ്കിൽ നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസിന്റെ അളവാണ് 0.34, 0.17, 0.68 കിലോഗ്രാം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ ഒരു ടേബിളിനകത്ത് ജനറൽ റെക്കമെൻഡേഷനകത്ത് ആവറേജ് മാനേജ്മെന്റ് ആണ് നമുക്കിപ്പം ചോദിച്ചിരിക്കുന്നത്. വേണമെങ്കിൽ ഇനിയുള്ള എക്സാമിന് ഗുഡ് മാനേജ്മെന്റ് ചോദിക്കാം. അല്ലെങ്കിൽ ഹൈബ്രിഡ്സ് ആൻഡ് ഹൈ yielding പാംസ് നിങ്ങൾ ഇറിഗേറ്റഡ് കണ്ടീഷൻസിൽ അല്ലെങ്കിൽ റെയിൻഫെഡ് കണ്ടീഷൻസിൽ എത്ര ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ ആണ് ഒരു അഡൽട്ട് പാമിന് വേണ്ടതെന്ന്. അപ്പൊ ഇത്തരത്തിൽ ഈ ഒരു ടേബിളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? പല ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, അടുത്തത് ഇതിന്റെ വാല്യൂ അഡീഷനിലേക്ക് വരുമ്പോൾ ഒരു കാര്യമാണ്. നാറ്റാഡി കൊക്കോ ഈസ് ദ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യൻ്റെയാണ്. നാറ്റാഡി കൊക്കോ എന്ന് പറയുന്നത് കോക്കനട്ടിൽ നിന്നുണ്ടാക്കുന്ന ഒരു വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ആണ്. അപ്പം നാറ്റാഡി കൊക്കോ അത് ഓർത്തിരിക്കാം. ഇത് കൂടാതെ നമുക്ക് ഒരുപാട് പ്രോസസ്ഡ് പ്രൊഡക്ട്സ് ഉണ്ട്. വിർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ട്, അതുപോലെ നീരയുണ്ട്. ഇൻഫ്ലോറസെൻസിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഫെർമെന്റഡ് പ്രൊഡക്റ്റ് ആണ് നീര എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ പറയുന്ന വാല്യൂ അഡീഷൻ, വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് കൊടുത്തിരിക്കുക. ഡെസിക്കേറ്റഡ് കോക്കനട്ട്, കോക്കനട്ട് മിൽക്ക്, കോക്കനട്ട് പൗഡർ, ദെൻ നമ്മുടെ വിർജിൻ കോക്കനട്ട് ഓയിൽ, നാച്ചുറലി കൊക്കോ, നീര തുടങ്ങി, പിന്നെ കോക്കനട്ട് കാൻഡീസ്, അങ്ങനെ ഒരുപാട് വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് എന്ത് നിന്ന് ഉണ്ടാക്കാം. നമുക്ക് കോക്കനട്ട് എന്ന് പറയുന്നത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ എല്ലാ പാർട്സും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രോപ്പാണ് എന്ന് പറയുന്നത് കോക്കനട്ട് അല്ലെങ്കിൽ തെങ്ങ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ. എ D/T ഹൈബ്രിഡ് കോക്കനട്ട് റെക്കമെൻഡഡ് ഫോർ റൂട്ട് വിൽറ്റ് അഫക്റ്റഡ് ഏരിയാസ്. ഇത് അഗ്രികൾച്ചർ ഓഫീസർ തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. KS കാർഡ് ബാങ്കിന്റെ എക്സാമിന് ചോദിച്ചതാണ്. റൂട്ട് വിൽറ്റ് അഫക്റ്റഡ് ഏരിയാസ്, ഞാൻ പറഞ്ഞു നമുക്ക് കോക്കനട്ടിന്റെ പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് റൂട്ട് വിൽറ്റ്. അപ്പൊ അതിന് അത്തരത്തിലുള്ള പർട്ടിക്കുലർ ഏരിയാസിന് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള D/T, ഡോർഫിന്റെ ടോൾ ഹൈബ്രിഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് POP വളരെ വ്യക്തമായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. ആൻസർ ഈസ് ചന്ദ്രശങ്കര. ചന്ദ്രശങ്കരയാണ് ഇതെന്ന് പറയുന്നത് D/T ഹൈബ്രിഡ്. ചന്ദ്രശങ്കരയുടെ ക്രോസ് എന്തായിരുന്നു എല്ലാവർക്കും അറിയായിരിക്കും. കേരശങ്കരയും ചന്ദ്രശങ്കരയും. ചന്ദ്രശങ്കര എന്ന് പറയുമ്പോഴത്തേക്കും D/T ഡോർഫ് ടോൾ ആണ്. ദാറ്റ് ഈസ് ചവക്കോഡ് ഓറഞ്ച് ഡോർഫ് വെസ്റ്റ് കോസ്റ്റ് ടോൾ ആണ്. ഓക്കെ, അത് ഓർത്തിരിക്കാം. അടുത്തത് നമ്മൾ ഈ ഹൈബ്രിഡ്സിന്റെ അടുത്ത് നമുക്ക് ചോദിച്ചൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്. ഇതിനകത്ത് കറക്റ്റ് ആയിട്ട്, അതായത് കുറച്ച് കോക്കനട്ട് ഹൈബ്രിഡ്സും അതിന്റെ പേരന്റേജും ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്നതാണ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണെന്ന് നമുക്ക് നോക്കാം. ഏതാണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത്? കേരശ്രീ. കേരശ്രീ എന്ന് പറയുന്നത് എന്താണ്? WCT, ദാറ്റ് ഈസ് വെസ്കോസ്റ്റോൾ ഇൻറ്റു മലയൻ യെല്ലോ ഡോർഫ്. അതാണ് കേരശ്രീ എന്ന് പറയുന്നത്. വെസ്കോസ്റ്റോൾ ഇൻറ്റു മലയൻ യെല്ലോ ഡോർഫ്. മറ്റൊരു എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് വാട്ട് ഇസ് ദ പേരന്റേജ് ഓഫ് കേരശ്രീ. വേറൊരു PSC എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേരശ്രീയുടെ പേരന്റേജ് ഏതാണെന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഹൈബ്രിഡ്സും പേരന്റേജും തന്നിട്ട് ശരിയായിട്ടുള്ളത് സെലക്ട് ചെയ്യാൻ. ബാക്കി എന്തുകൊണ്ട് തെറ്റിയും? കേരഗംഗ എന്ന് പറയുന്നത് WCTന്റെ എന്താണ്? WCTന്റെ ഗംഗബന്ധം. കേര ഗംഗ, ഗംഗയുണ്ട്, സോ ഗംഗബന്ധം. കേര വരുന്നത് WCTന്റെ ഗംഗബന്ധമാണ് കേരഗംഗ എന്ന് പറയുന്നത്. കേരശങ്കര എന്തായിരുന്നു? WCT വെസ്കോസ്റ്റോൾ ഇൻറ്റു ചവക്കോഡ് ഓറഞ്ച് ഡോർഫ്, COD ആണ് കേരശങ്കര എന്ന് പറയുന്നത്. കേര സൗഭാഗ്യവും കേര വരുന്നുണ്ട്, സോ WCT വെസ്കോസ്റ്റോൾ ഇൻറ്റു SSA, WCT ഇൻറ്റു SSA ആണ് കേര സൗഭാഗ്യ എന്ന് പറയുന്നത്. അപ്പം എല്ലാ ഹൈബ്രിഡ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്. POPയുടെ ഫസ്റ്റ് പേജിൽ, അതായത് നമ്മുടെ കോക്കനട്ടിന്റെ ഫസ്റ്റ് പേജിൽ തന്നെ കൾട്ടിവേഴ്സും അതിന്റെ ഹൈബ്രിഡ്സും അതിന്റെ ക്രോസും കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് പല എക്സാമുകൾക്കും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്രോപ്പ് ആയിരുന്നു കോക്കനട്ട് എന്ന് പറയുന്നത്. അത്യാവശ്യം നമ്മുടെ POPയിലുള്ള എല്ലാ പോയിന്റ്സും കോക്കനട്ടിന്റെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ബേസിക് ക്ലൈമറ്റ് തൊട്ട് അതിന്റെ ലാസ്റ്റ് സ്റ്റോറേജ് ഓഫ് കൊപ്ര വരെയുള്ള കാര്യങ്ങളും പെസ്റ്റ് ആൻഡ് ഡിസീസും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഈ പെസ്റ്റ് ആൻഡ് ഡിസീസ് ഒക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്റമോളജി, പത്തോളജി ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പോൾ ഓരോ പെസ്റ്റിന്റെയും സിംറ്റംസ് അറിഞ്ഞിരിക്കുക, അതിന്റെ മാനേജ്മെന്റ് മെഷേഴ്സ് അറിഞ്ഞിരിക്കുക, അതിന്റെ ഓരോ പെസ്റ്റിന്റെയും കോമൺ നെയിമും സയന്റിഫിക് നെയിമും, ഓരോ ഡിസീസിന്റെയും അതിന്റെ കോസ്റ്റൽ ഓർഗാനിസം, അതിന്റെ സയന്റിഫിക് നെയിം, അതിന്റെ മറ്റു പല ആസ്പെക്ട്സും പഠിച്ചു വെക്കുക.
പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്കിപ്പം ഇത്രയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും. കോക്കനട്ടിന്റെ വെറൈറ്റി ആസ്പെക്ട്സിന് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സ്പേസിംഗ് അതുപോലെ തന്നെ ഫെർട്ടിലൈസർ റെക്കമെൻഡേഷനിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ മദർ പാം സെലക്ഷൻ, മദർ പാം സെലക്ഷനിൽ നിന്നും ഒട്ടുമിക്ക എക്സാമുകൾക്കും ഒരു ക്വസ്റ്റനെങ്കിലും വെച്ച് മിക്കവാറും ചോദിച്ചിട്ടുണ്ട്. സോ മദർ പാം സെലക്ഷനും അതിനോടൊപ്പം തന്നെ സീഡ്ലിംഗ് സെലക്ഷൻ, നമ്മുടെ തെങ്ങിൻ തൈകൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും, ഒരു 4 പോയിന്റ് ഉണ്ടായിരുന്നു, അതുകൂടി ഓർത്തു വെക്കുക. അപ്പൊ ഇത്രയുമാണ് നമുക്ക് കോക്കനട്ട് എന്ന് പറയുന്ന ഒരു ക്രോപ്പിൽ നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാവരും ക്ലാസ്സിൽ വന്നിട്ട് കേട്ടുവെക്കുക. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് ഇനി വരുന്ന ക്ലാസ്സുകളിൽ കാണാം. എല്ലാവരും നല്ല ഉഷാറായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ എല്ലാവരും പഠിച്ചു തുടങ്ങുക. നമ്മുടെ തുടക്കം ഏതൊരു കാര്യത്തിന് നമ്മുടെ തുടക്കം നല്ലതാണെങ്കിൽ പിന്നീട് എല്ലാം അങ്ങോട്ട് ശരിയാവും. സോ നല്ലൊരു സ്റ്റാർട്ട് ഈ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠന രീതിയിൽ ഈ തുടക്കം നന്നാവുക. അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കുന്നതിന് ഏണസ്റ്റ് അക്കാഡമിയുടെ ക്ലാസ്സുകൾ തീർച്ചയായിട്ടും സഹായകമാകും. അപ്പം നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.